ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാ നിവേശിതമാണ്. അത് ഏതെങ്കിലും മനുഷ്യഭാവനയിൽ നിന്നുണ്ടായതല്ല, മറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വരവും പ്രവൃത്തിയും കർത്താവിൻ്റെ വചനത്തിൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നത്. ഈ വചന വ്യാഖ്യാനത്തിലേക്ക്, തിരുവചന ശ്രവണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്നെ നമുക്ക് ദാനമായി നൽകിയ വചനം മാംസമായ രക്ഷകനായ ഈശോയെ നമുക്ക് മുറുകെ പിടിക്കാം. ഈശോയെ, അങ്ങാകുന്ന വചനത്തെ ഗ്രഹിക്കുവാനും അങ്ങിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വചനത്തെ നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങാകുന്ന വചനത്തിലേക്ക്, അങ്ങേകുന്ന തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്ത് നിർത്തണം. അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വെട്ടിയൊരുക്കണമേ. കൂടുതൽ കായ്ക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും സത്യമാണെന്നും അത് ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹമായി മാറുമെന്നും വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവവചനത്തെ സമീപിക്കാൻ, വായിക്കുവാനും ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണെന്നുള്ള, ആത്മാവിൻ്റെ പ്രചോദനമാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഈ ദൈവവചനത്തെ സ്വർഗത്തിൽ നിന്നുള്ള വെളിപാടായി സ്വീകരിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത്. പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മറ്റ് ചില പ്രവർത്തികൾ, ദുരാചാരങ്ങളും ചില ദുഷ്പ്രവർത്തികളും കൂടോത്രം, മന്ത്രവാദം പോലുള്ള ചില കാര്യങ്ങളുമൊക്കെ ഓരോ വ്യക്തികളെയും സ്വാധീനിച്ച് അവരതിന് അടിമപ്പെട്ട് വളരെ ഭയവിഹുലമായ ഒരു ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന, വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഓരോ വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഓടി നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചു. ഇങ്ങനെ തിന്മയ്ക്ക് നമ്മുടെ മേൽ എപ്പോഴും ഒരു അധികാരം കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്? പിന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി എന്താണ്? ഇങ്ങനെ നമ്മൾ ഭയപ്പെടാൻ തക്ക വിധം പൈശാചിക ശക്തിക്ക് അത്രമാത്രം ഒരു ആധിപത്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്ത്യാനിയായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇത് മനസ്സിൽ ആഴപ്പെട്ടപ്പോഴാണ് ഒരു ദൈവവചന ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സഹോദരങ്ങളെ, പൈശാചിക ശക്തികൾക്ക് അധികാരമില്ലെന്നോ ശക്തിയില്ലെന്നോ അങ്ങനെയൊന്നില്ല എന്നോ എന്നല്ല ഞാൻ പറയാൻ പരിശ്രമിക്കുന്നത്. ചിലപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം വിശുദ്ധ ഗ്രന്ഥത്തിന് ചിലർ കൊടുക്കാറുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനായിട്ട് ഡെലിവറൻസ് ശുശ്രൂഷകളെയും ഡെലിവറൻസ് അനുഭവങ്ങളെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഒരുപക്ഷെ ബുദ്ധിജീവികളായിട്ടുണ്ടാവാം. ഒരു മാനസികമായ പ്രതിഭാസം മാത്രമാണതെന്ന് പറഞ്ഞ് ഈശോയുടെ അത്ഭുതങ്ങളെപ്പോലും വളരെ തരം താഴ്ത്തി കാണുന്ന വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അല്ല ഞാൻ. പക്ഷേ നമ്മൾ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ബലമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ വചനത്തിൽ സാമുവേൽ പ്രവചനം 5-ാമത്തെ അധ്യായത്തിൽ രസകരമായ ഒരു കാര്യം ദൈവത്തിൻ്റെ തിരുവചനം കുറിച്ചു വയ്ക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം, വാഗ്ദാന പേടകം, ദൈവം വസിക്കുന്ന പേടകം, അത് ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമായിരുന്നു. നമ്മുടെ ഇന്നത്തെ തിരുസക്രാരിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അപ്പം നിറഞ്ഞിരിക്കുന്ന, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേടകം. അതാണ് ദൈവത്തിൻ്റെ പേടകം, വാഗ്ദാന പേടകം എന്നൊക്കെ വിളിക്കുന്നത്. ഫിലിസ്തീയർ, വിദേശരായ ഒരു ജനതയാണ് ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി. ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ച് കർത്താവിൻ്റെ ഈ പേടകവും എടുത്തുകൊണ്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോയി. അടുത്ത ദിവസം എന്നിട്ട് അതുകൊണ്ടുപോയി അവിടുത്തെ ഒരു ദേവന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് വചനം പറയുകയാണ്, അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ, അതായത് ഈ ദേവന്റെ ആലയം
സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടുത്തെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതായത് ഇവർക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു ദേവനാണെന്ന് മനസ്സിലായി. ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്ന എന്തോ ഒരു ദേവനാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് കൊണ്ടുപോയിട്ട് അവിടെ ശക്തി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ശക്തിയുള്ള പേടകത്തെ കൊണ്ടുപോയി അവരുടെ ആരാധനാമൂർത്തി, ഒരു വിഗ്രഹത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി അതിനടുത്ത് പ്രതിഷ്ഠിച്ചു. ഇവരുടെ ഉദ്ദേശം നല്ലതാണ്, 2 വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ 2 ദേവന്മാരെയും ഒരുമിച്ച് ആരാധിക്കാമല്ലോ എന്നാണ് അവരുടെ ചിന്ത. വിഗ്രഹം അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ പേടകം ഒരു വിഗ്രഹമല്ല, സത്യദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പേടകമാണ്. പക്ഷെ അവരങ്ങനെ ചിന്തിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം ഉണർന്നു വരുമ്പോൾ ഈ വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ് അവിടെ. ഇനി അടുത്തത് അതിനുശേഷം പറയുകയാണ്, അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. അത് മറിഞ്ഞു വല്ല കാറ്റത്തോ അല്ലെങ്കിൽ വല്ല പൂച്ചയിലിയോ കയറി മറിഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് അവരത് കൊണ്ടുപോയി നല്ലവണ്ണം വീണ്ടും അത് സ്ഥാപിച്ചിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. അവർ ഉറങ്ങി. രാവിലെ പിറ്റേന്ന് അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈയും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. കിടക്കുന്നു ദാഗോൻ ബിംബം, അവരുടെ അന്ന് വരെ അവരുടെ ദേവനായിരുന്ന അവരുടെ വിഗ്രഹം ഇതാ ഇവിടെ മുറിഞ്ഞ് പീസായി കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുത്തെ പുരോഹിതന്മാരെല്ലാം അത് കണ്ടിട്ട് അവർക്ക് ഒരു ഭയമുണ്ടാകുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, കർത്താവിൻ്റെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. അത് 7-ാമത്തെ തിരുവചനമാണ്. ഈ ജനവും പുരോഹിതന്മാരും പറയുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമാകുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ മേലും, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന ഈ ജനത്തിൻ്റെ മേലും ആ വിഗ്രഹത്തിന് അവരിട്ടിരിക്കുന്ന പേര് ദാഗോന്റെ ഇമേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം. പിന്നെ അവർക്ക് പരുക്കളും എലിയുടെ ശല്യവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് വായിച്ച് ധ്യാനിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്ക് എൻ്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചിന്താഗതിയെക്കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടിയത്. അനേകർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുന്നു, ഡെലിവറൻസ് അങ്ങനെയുള്ള ശുശ്രൂഷകൾ വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ പലരും ഭയന്ന് ഓടുകയാണ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക്. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിൽ നമ്മൾ അങ്ങനെ ഭയന്ന് ഓടാനാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരറ്റത്തുനിന്ന് മറ്റൊരു അറ്റത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക മാത്രമായിരിക്കും നമ്മുടെ ദൗത്യം. അങ്ങനെ ഓടി തീർക്കാനുള്ള അല്ല നമ്മുടെ ജീവിതം. ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന സത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് പൈശാചിക ശക്തിക്ക്, കൂടോത്രത്തിന് അല്ലെങ്കിൽ അതുപോലുള്ള ദുഷ്പ്രവൃത്തികൾക്ക് ശക്തി ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തു ഈ അധികാരങ്ങളെയും ഈ ശക്തികളെയും തോൽപ്പിച്ചതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് വിശ്വാസം. അല്ലാതെ അവരുടെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരുടെ വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നത് പോലെ നമ്മളുടെ ഒരു ദൈവം എന്ന രീതിയിൽ യേശുക്രിസ്തുവിലോ യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലോ ചിത്രത്തിലോ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ താരതമ്യം ഒരേപോലെ ഉള്ള ഒരു വിശ്വാസത്തിൽ പോയിട്ട് കാര്യമില്ല. ആരാണ് ക്രിസ്തു എന്നും എവിടെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം അടിയുറയ്ക്കേണ്ടതെന്നും തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ പിശാചിനെയും സാത്താൻ്റെ സകല ശക്തികളെയും തോൽപ്പിച്ചതാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് വരുന്ന ആ അറിവിൽ നിന്നും അത് ചങ്കിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വരുന്ന വിശ്വാസം, ആ വിശ്വാസത്തിനാണ് നമ്മളെ തോൽപ്പിക്കാൻ ആ വിശ്വാസത്തിലുള്ള നമ്മളെയാണ് പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ പോവുക. സഹോദരങ്ങളെ, കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ കൊളോസ്യസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14ഉം 15ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഇവിടെ ഈശോ കുരിശിൽ എല്ലാ ആധിപത്യങ്ങളും, ഈ ലോകത്തിൻ്റെ സകല ആധിപത്യങ്ങളുടെയും മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ നിയമങ്ങളുടെ മേൽ, നമ്മളെ നശിപ്പിക്കുവാൻ സാധിക്കുന്ന അധികാരങ്ങളുടെ മേൽ, തിന്മയുടെ ആധിപത്യങ്ങളുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട്, എങ്ങനെ? കുരിശിൽ വിജയം ആഘോഷിച്ചുകൊണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ കുരിശുഭരണത്തെക്കുറിച്ചുള്ള വലിയ വെളിപാട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ യേശു കുരിശിൽ മരിച്ച് സകലത്തിനെയും സകല ആധിപത്യങ്ങളെയും ലോകശക്തികളെയും പൈശാചിക ശക്തികളെ തോൽപ്പിച്ചതിന് ശേഷം
അവയെ പരസ്യമായ അവഹേളനാപാത്രങ്ങളാക്കിക്കൊണ്ട് ഉദ്ധാനം ചെയ്തു. ഈ തിരുവുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലും തിരുവുദ്ധാനത്തിലും വിശ്വസിക്കുന്നവന് തോൽപ്പിക്കപ്പെട്ട ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ഇപ്പോഴും സാത്താൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താൽ തോൽപ്പിക്കപ്പെട്ട ശത്രു. നമ്മൾ ഇപ്പോഴും തോൽപ്പിക്കപ്പെട്ട ശത്രുവിനെയാണ് ഭയപ്പെടുന്നതെങ്കിൽ വിജയം വരിച്ചവനെ, വിജയം നേടിത്തന്നവനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ ബാഹ്യമായ ചില ഭക്തി സാഹചര്യങ്ങൾ നമുക്കുണ്ടാവുമായിരിക്കാം. കുറച്ച് ഭക്തിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഭക്തി എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഭക്തി എല്ലാവർക്കും ഉണ്ട്. ആ തലത്തിലുള്ള ഭക്തിയുടെ വിശ്വാസം നിരീശ്വരവാദിക്ക് പോലും ഉണ്ട്. കാരണം അവൻ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ദൈവമില്ല എന്നുള്ള ആദർശമെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ട്. അതിനോട് അവന് ഭക്തിയുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസം. സത്യവിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷകനായ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ആ ക്രിസ്തുവിൻ്റെ മരണം വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ സ്വന്തമല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ സ്വന്തമാക്കുന്നതാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ സത്യവിശ്വാസി എന്ന് നമ്മൾ പറയുന്നത്, സഭ പഠിപ്പിക്കുന്നത്, ഈശോ വിളിക്കുന്നത്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയവനിലാണ് നമ്മൾ വേരുറപ്പിച്ചിരിക്കുന്നത്, നമ്മൾ കാൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വരുന്ന വിശ്വാസമാണ് സഹോദരങ്ങളെ യഥാർത്ഥ വിശ്വാസം, സത്യവിശ്വാസം. ഇങ്ങനെയുള്ളവരെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ പരിപൂർണമായും സ്വർഗം സൂക്ഷിക്കുന്നതും. നാം മുൻപ് പറഞ്ഞ പൈശാചിക ശക്തികളെ അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങളെയും മറ്റ് ദുരാചാര ശക്തികളെയും ഒക്കെ നമ്മൾ ഭയപ്പെടാതിരിക്കുന്നതും. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഈശോ ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 16-ന്റെ 17-18 തിരുവചനങ്ങൾ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. യഥാർത്ഥ വിശ്വാസി, യേശുക്രിസ്തുവിൻ്റെ രക്ഷയിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ അടയാളങ്ങളെക്കുറിച്ച്, ആ വിശ്വാസി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പിശാചുകളെ പേടിച്ചോടുന്നല്ല, എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. കാരണം എന്താ? കുരിശിൽ മരിച്ചവൻ, പിശാചിനെ തോൽപ്പിച്ചവൻ, അവൻ്റെ നാമത്തിൽ പിശാച് തോറ്റോടും, അല്ലെങ്കിൽ ഭയന്നോടും. അതാണ് ഇവിടെ രണ്ടാമത്തത്. പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായത് എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥ വിശ്വാസി സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നാശകരമായ, നമുക്കെതിരെ വരുന്നതിനെ നമുക്ക് വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പോടുകൂടി നേരിടാനുള്ള ശക്തി ക്രിസ്തു തൻ്റെ കുരിശിൽ, തൻ്റെ കുരിശുമരണത്തിൽ, തൻ്റെ ഉദ്ധാനത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഈശോയാണ് വിശ്വസിക്കുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ വെറുതെ ഒരു ഭക്തിയുടെ തലത്തിൽ നിൽക്കാതെ നമ്മുടെ വിശ്വാസം രക്ഷകനായ ക്രിസ്തുവിൻ്റെ അടിസ്ഥാന ദൈവശക്തിയിലേക്ക് ആഴ്ന്നിറങ്ങണം, വേരുറയ്ക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ഞാനൊരു ഇംഗ്ലീഷ് സിനിമ കാണാനിട വന്നു. അതായത് ഒരു സ്പിരിച്വൽ മൂവിയാണ്. വിശുദ്ധ സെയിൻറ്റ് പാട്രിക്കിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ്. അതിനകത്ത് എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. അതായത് വിശുദ്ധ പാട്രിക് അയർലൻഡിൽ ആണല്ലോ ശുശ്രൂഷ ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ. അയർലൻഡിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ പാട്രിക്. അവിടെ പാമ്പുകളില്ലെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടുത്തെ പാമ്പുകൾ തിന്മയുടെ പ്രതീകമാണല്ലോ. വിശുദ്ധ പാട്രിക് ബഹിഷ്കരിച്ചതാണെന്നാണ്. അതിനുശേഷം അവിടെ പാമ്പുകളില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ആ സിനിമയിൽ കണ്ടൊരു കാര്യമുണ്ട്. അവിടുത്തെ ഒരു നാട്ടുരാജാവിന് മുമ്പിൽ പാട്രിക് അവിടെ ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും പേരിൽ പാട്രിക് വിളിക്കപ്പെടുകയാണ്. പിന്നെ അവിടെ കൂടോത്രക്കാരും മന്ത്രവിദ്യക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവരെല്ലാവരും കൂടെ അവിടെ കൂടിക്കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു പരീക്ഷണം അവർക്ക് കൊടുക്കുകയാണ്. ആരുടേതാണ് സത്യദൈവം എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി രാജാവ് പറയുകയാണ്, അവിടെ ഒരു കെട്ടിടം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ രാജാവിന് വിലപ്പെട്ടത് എന്തോ ഉണ്ട്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ആ വസ്തു എടുത്തുകൊണ്ട് തിരിച്ചു വരിക. അങ്ങനെ പുറത്തേക്ക് അഗ്നി ശുദ്ധി വരുത്തി, അല്ലെങ്കിൽ അഗ്നിയിലൂടെ പ്രവേശിച്ച് തിരിച്ചു വരാൻ ശക്തിയുള്ളവൻ ആരോ അവനായിരിക്കും ഏക സത്യദൈവത്തിൻ്റെ ആരാധകൻ.
ഇത് പറഞ്ഞ കേട്ട മാത്രയിൽ രണ്ടുപേരും, അതായത് വിശുദ്ധ പാട്രിക്കും പിന്നെ ഒരു മന്ത്രവാദിയും, ഇവർ രണ്ടുപേരും കൂടി ഈ അഗ്നിക്കുള്ളിലേക്ക് കടന്നു പോവുകയാണ്. തിരിച്ച് പാട്രിക് ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ അദ്ദേഹം രാജാവ് പറഞ്ഞതുമായി തിരിച്ചു വരുമ്പോൾ മന്ത്രവാദിയുടെ ചാരം പോലും അവിടെ അവശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം, ഈ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരു ഫിക്ഷൻ അല്ലത്, ഇതൊരു കഥയല്ല, ഒരു ഭാവനയല്ല. ഇത് വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. എവിടെ നിന്നാണ് സംഭവിച്ചത്? വിശുദ്ധ പാട്രിക്കിന് ഈശോയോടുള്ള വിശ്വാസവും സ്നേഹവും എത്രമാത്രം ആഴപ്പെട്ടതായിരുന്നു. അത് വിശുദ്ധ വചനത്തിൽ സങ്കീർത്തനം 91, മിക്കവാറും നമ്മളെല്ലാവരും തന്നെ എപ്പോഴും തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണല്ലോ, കർത്താവിൻ്റെ സംരക്ഷണം. സങ്കീർത്തനം 91, സങ്കീർത്തനം 91 ഇവിടെ പറയുകയാണ്, 14-ാമത്തെ തിരുവചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. 13-ാം തിരുവചനം പറയുകയാണ്, സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവനെ ഞാൻ സംരക്ഷിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഈ അവൻ ആരാണ്? 91-ാം സങ്കീർത്തനത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ സവിശേഷതയെക്കുറിച്ച് സങ്കീർത്തകൻ തൻ്റെ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. ഓക്കെ, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ തണലിൽ കഴിയുന്നവൻ, അവന് കർത്താവ് തൻ്റെ സങ്കേതവും താൻ ആശ്രയിക്കുന്ന ദൈവവുമാണ്. അവിടുന്ന് അവരെ തൻ്റെ വേടന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെയുള്ളവർ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നതിനാൽ കർത്താവ് അവരെ സംരക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഭയം ഓടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദുഷ്ടാരൂപിയുടെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് വിധേയരാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ സങ്കീർത്തനം 91-ന്റെ ആദ്യത്തെ 2-3 വചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും അതിന് ഉതകുന്ന രീതിയിലുള്ള വിശ്വാസവും നമുക്ക് ഈശോയിൽ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ പരിചിന്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സഹോദരങ്ങളെ, എത്രയോ വിശുദ്ധര് അതിവിശുദ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ തിന്മയാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരാരും നശിച്ചിട്ടില്ല. അവരെല്ലാവരും ഓരോ പരീക്ഷണവും ഓരോ ആക്രമണവും കഴിയുമ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, അനേക വിശുദ്ധര് തിന്മയാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ലഭിച്ചത് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും അവരെ ഭയപ്പെടുത്തിയില്ല. അവർ നാട് നീളം ഓടി നടന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി തൻ്റെ രക്ഷകൻ തിന്മയുടെ മേൽ വിജയം വരിച്ചതാണെന്നുള്ള ഉറപ്പ് വഴി, യേശുവിൻ്റെ കുരിശുമരണത്തിലുള്ള ഉറപ്പ് വഴി, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഇവരെല്ലാവരും തിന്മയുടെ മേൽ വിജയം വരിച്ചു. അത് അവർക്ക് കൂടുതൽ ശക്തിയായി മാറി. ഈശോ തന്നെ പിശാചിന്റെ പ്രലോഭനത്തിൽ വിശുദ്ധ ലൂക്ക 4 പറയുന്നുണ്ടല്ലോ, അതുപോലെ വിശുദ്ധ മത്തായി 4 പ്രലോഭകൻ വന്നു. ഈശോ അതിനെ ആട്ടിപ്പായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. അങ്ങനെ വീണ്ടും ഒരു പുതിയ കൃപയിലേക്ക് മനുഷ്യൻ ഉയരുന്നതിനുള്ള സാഹചര്യം മാത്രമായിട്ട് വേണം നമ്മൾ തിന്മയുടെ ആക്രമണങ്ങളെ കാണാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടതും ഈശോയുടെ കുരിശുമരണത്തിലും തിരുവുത്ഥാനത്തിലും അടിയുറച്ച് ആഴത്തിൽ വിശ്വസിക്കുന്നതുമായിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് തിന്മയെ ഭയപ്പെടേണ്ടതില്ല. തിന്മയ്ക്ക് നമ്മുടെ മേൽ അധികാരമില്ല. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വിശ്വാസി എന്ന നിലയിൽ ഒരു സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. 1000 നിന്റെ വലതുവശത്തും 10,000 നിന്റെ ഇടതുവശത്തും വീണാലും ഒന്നും നിന്നെ സ്പർശിക്കുകയില്ല എന്നുള്ളത് ഒരു കഥ പോലെ, ഒരു പാട്ടുപോലെ നമ്മൾ നിരന്തരം ചൊല്ലിയാൽ പോരാ, മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലായി മാറണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം എന്നത് ഒരു ബുദ്ധിയുടെ തലത്തിലോ ഭാവനയുടെ തലത്തിലോ ഒരു ഭക്തിയുടെ തലത്തിലോ ഉള്ളത് മാത്രമായി മാറരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള നമ്മളുടെ ആഴപ്പെട്ട കാൽവയ്പും ചുവടുറപ്പിക്കലുമായിരിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. തിന്മയെ ഭയപ്പെടാനല്ല, മറിച്ച്
ഫിലിസ്തീയ ദേശത്ത് നമ്മൾ കണ്ടതുപോലെ തിന്മ ഭയപ്പെട്ട് ഓടുന്നതായാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് അനുഭവവേദ്യം ആകേണ്ടതും. അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ ഇന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാം. മാലാഖമാരുടെ കൂട്ടും സഹായവും നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ കാവൽദൂതനുണ്ട്. സ്വർഗീയ വൃന്ദങ്ങൾ തന്നെ, ഒരു സ്വർഗീയ സൈന്യ നിര തന്നെ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും കുരിശുമരണം വഴി സാത്താനെയും പാപത്തെയും പരാജയപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾക്ക് നിത്യജീവനും ഇഹലോക ജീവിതത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ച ധൈര്യപൂർവ്വം സധൈര്യം ജീവിക്കാനുള്ള ശക്തിയും നേടിത്തന്നുവെന്നും വിശ്വസിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.